അന്നൊരു കളി രൂപത്തിലാണ് നമ്മൾ എടുത്തത്. പക്ഷെ അത് ഇവർ ചെയ്ത് നമുക്ക് കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു ഔട്ട്പുട്ടായി. നമ്മൾ പറഞ്ഞത് അവർ അത് ഉൾക്കൊണ്ടിട്ട് അവരത് ചെയ്തു തന്നു. അല്ല, രണ്ട് സൈഡിലേക്കും തിരിക്കാമെന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞു അല്ലല്ല, ഇത് വൈഫിന് ട്രഡീഷണൽ ഇതും വേണം, എന്നാൽ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കൺസെപ്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു ചെറിയൊരു ബേസാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ പറഞ്ഞത് അത് അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇൻപുട്ടിലേക്ക് എത്തിച്ചത് അത് എറിക്കിൻ്റെ ഒരു വലിയൊരു ഇതായിരുന്നു. എൻ്റെ അറിവ് പ്രകാരം ഒരു 2 എന്തോ ഒരു ഇത് ചെയ്തിട്ടുള്ളൂ. മീൻസ് നമുക്ക് പിക്ചറായിട്ട് വരഞ്ഞ് കാണിച്ചേരേണ്ട ഒരു ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞങ്ങളോട് ആദ്യം അവർ ചോദിച്ചതെന്ന് മുകളിൽ ഇങ്ങനെ വേണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എനിക്ക് സിംഗിൾ ആയിരിക്കണം, എനിക്ക് മുകളിലേക്ക് ഡബിൾ വേണ്ട, എനിക്ക് വേണ്ടത് ഇങ്ങനെ 3 ബെഡ്റൂം വേണം, അങ്ങനെ ഒരു ഹാള് വേണം, ഓപ്പൺ കിച്ചൺ ആവണം, ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് പ്രകാരം അവർക്കത് വരഞ്ഞ് തന്നപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വിചാരിക്കാത്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് അവരിൽ നിന്ന് കണ്ടു. ഈ വീട് കയറ്റണ സമയത്ത് ഞങ്ങൾ ഇവരുടെ അടുത്ത് കണ്ടിട്ട് സംസാരിക്കും ഇതൊക്കെ ചെയ്തിരുന്നു. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ അടുത്ത് വർത്തമാനം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരോട് കുറച്ചും കൂടി നമുക്ക് പറയാനും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ ആരായാലും എറിക്കിലും ഫുൾ ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അവരായിട്ട് നന്നായി പെരുമാറാനും നന്നായി സംസാരിക്കാനും അങ്ങനെ നമ്മൾ പറഞ്ഞത് അവർ അത് ഉൾക്കൊണ്ടിട്ട് അവരത് ചെയ്തു തന്നു. നമ്മളതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇവരുടെ അടുത്ത് ആദ്യമായി നമ്മൾ പറഞ്ഞ ഒരൊറ്റ ഇത്, എനിക്ക് ഫ്രണ്ടേജിൽ എനിക്ക് കൂടുതൽ സ്പേസ് വേണം. കാരണം ആൾക്കാർ വരുമ്പോൾ സുഖമായിട്ട് നമുക്ക് അവിടെ എല്ലാ വീട്ടിലും ഞാൻ കാണുന്നത് മുൻഭാഗത്ത് നമ്മൾ വളരെ സ്പേസ് കമ്മിയാക്കി അവിടെ ഒരു ഇടുങ്ങിയൊരു സ്പേസും ഒക്കെ ആക്കിയിട്ടുള്ളത്. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കുറച്ചും കൂടി സ്പേസ് വേണം. കുട്ടികളാണെങ്കിലും കളിക്കാനോ അല്ലെങ്കിൽ മീൻസ് മുമ്പിൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു എല്ലാവരും കൂടി ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ചെയ്യാനും കൂടി കുറച്ചും കൂടി ഒരു സ്പേസ്, നമുക്ക് കുറച്ചും കൂടി നിൽക്കാനോ എല്ലാത്തിനും കൂടിയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം. അത് അവർ നല്ല വിധത്തിൽ അവർ ചെയ്തു. നമ്മൾ സ്ലൈഡ്സ് പിക്ക് ചെയ്യുമ്പോഴും അത് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി കാണിച്ച അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അത് സെലക്ട് ചെയ്തപ്പോഴും നമ്മളത് ആ സാധനങ്ങൾ ഓരോന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇതൊക്കെ എങ്ങനെ വെക്കാൻ തന്നെ നമുക്കൊരു മീൻസ് ഇതൊക്കെ വെച്ചാൽ ഒരു വൃത്തികേടാവോ എന്നുള്ള ചില ലൈറ്റ്സൊക്കെ കുറച്ച് കാണുമ്പോൾ കാണാം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചപ്പോൾ ആദ്യം ഇത് എടുത്ത സമയത്ത് നമുക്കും തോന്നി അയ്യോ ഇതെന്താ ഈ പൈപ്പും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അല്ലല്ല കുഴപ്പമൊന്നുമില്ല, വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും തന്നെയാണ് അവർ പറഞ്ഞത്. നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു സംശയം തോന്നി. ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, കാണാൻ നന്നാവും എന്നുള്ള ഇതുപോലെ ചില റിസോർട്ട്സിലൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനത്തെ ഔട്ട്പുട്ട്. പക്ഷെ അത് ഇവിടെ വെച്ചപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ഒരു സിസ്റ്റർ മറ്റേ ആർക്കിടെക്ടറാണ്, അവർ ചെന്നൈയിൽ ഇതാണ്. അവർ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ഈ സാധനമൊക്കെ നമുക്ക് ഇവിടെ കിട്ടുമോ എന്നൊന്ന് ചോദിച്ചു. ഇത് ആരാ ചെയ്തതെന്ന് അവർ ചോദിക്കുമ്പോൾ അതീസ് ആ പ്രൊഫഷണലി അത്രയും ഇതായിട്ടുള്ളൊരു വ്യക്തികൾ അത് അവരുടെ നന്നായിട്ടുണ്ടെന്ന് അവരിങ്ങോട്ട് പറയുമ്പോൾ അവർ നന്നായി അസലായിട്ടുണ്ട് കേട്ടോ, നല്ല ഇതെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചെയ്തതിൻ്റെ ഒരു ഫീൽ നമുക്ക് ശരിക്കും ഒന്നും കൂടി ഇത് കിട്ടി. പിന്നെ നമുക്ക് ബാക്കിയുള്ളവർ നമുക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ ആൾക്കാർ വന്ന് ഒപ്പം അതേ ഇതിലത്തെ സിങ്ക് ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോഴാണോ അതിൻ്റെ കൂടുതൽ ഒരു ഇത് കിട്ടുക. അത് നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ടി വി ആണെങ്കിൽ ടി വി യൂണിറ്റ് ചെയ്യുമ്പോഴും അത് നമ്മളൊക്കെ വിചാരിച്ചു വൺ സൈഡിലേക്ക് മാത്രം, ഇപ്പോൾ നമ്മൾ ആ ലിവിങ് റൂമിലേക്ക് ഫേസ് ചെയ്യണ ഒരു ഫേസ് നമ്മൾ വിചാരിച്ചുള്ളൂ. അല്ല, 2 സൈഡിലേക്കും തിരിക്കാമെന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞു അല്ലല്ല, ഇത് വൈഫിന് ഇപ്പോൾ ഓപ്പൺ കിച്ചണും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ നെറ്റിലാണ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ സൗകര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കാണാം. എന്തിനാണ് നിങ്ങൾക്ക് 2 ടിവിയുടെ ഒരു ആവശ്യം, ഇത് തന്നെ മതി, ധാരാളമാണ്, നമുക്ക് തിരിക്കാൻ പറ്റും അതിനെന്ന് പറയുമ്പോൾ നമ്മളത് അന്നൊരു കളി രൂപത്തിലാണ് നമ്മൾ എടുത്തത്. പക്ഷെ അത് ഇവർ ചെയ്ത് നമുക്ക് കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു ഔട്ട്പുട്ടായി. നമുക്കിനെ ഇപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഇപ്പോൾ കുട്ടികൾ വെറുതെ വന്ന് തിരിക്കൽ തുടങ്ങി. അതാണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം വന്നിട്ടുള്ളത് നമുക്ക്. ഈവൻ ഇപ്പോൾ ഞങ്ങൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ലിവിങ് റൂമിലേക്ക് ഓടണം. ഏതെങ്കിലും പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ഒരു സീരിയൽസ് ഒന്നും കാണുന്ന സമയത്ത് കൂടുതൽ ഇതൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ആസ് ഇറ്റ് ഈസ് നമുക്ക് ഇതൊരു മീൻസ് എല്ലാവർക്കും നമുക്ക് കുറച്ചുകൂടി സൗകര്യമായി തോന്നി.
ഓരോന്നിനും അവർ വളരെ സ്പെസിഫൈഡ് ആയിരുന്നു. കാരണം ഓരോ കാര്യത്തിനും ഈച്ച് ആൻഡ് എവറി കോർണർ അവർ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പെർട്ടിക്കുലർ കോർണറിൽ ഈവൻ ടൈൽസിൽ പോലും അവർ വന്നിട്ട് എടുത്താട്ടോ, ഞങ്ങളല്ല. ഞങ്ങൾ ജസ്റ്റ് പോയി എന്നുള്ള സത്യം. പോയി അവർ പറഞ്ഞു ഇന്ന കളേഴ്സ് എന്ന് പറഞ്ഞു. അവരത് കാണിച്ചപ്പോൾ അതേപോലെ ബാത്റൂമിലാണെങ്കിലും അവർ ഇങ്ങനത്തെ ടൈൽസ് വേണം, മറ്റത് പാടില്ല പറഞ്ഞിട്ട് അത് ഓരോ 3 ബാത്റൂമിലേക്ക് 4 ബാത്റൂമുണ്ട്, 4 ബാത്റൂമിലേക്ക് ഡിഫറെൻറ്റ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആ ഒരു വ്യത്യാസം വൃത്തിയും അതിന് കിട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാം കൊണ്ടും വി ആർ സോ ഹാപ്പി. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഞാനാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാരണം ഇവിടെ വന്ന് ഞങ്ങൾക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരു ഔട്ട്പുട്ട് ഇവർ തന്നതിലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്.